വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അതൊരു സോളോ പോഡ്കാസ്റ്റ് ആയിരുന്നു. എൻ്റെ കുറച്ച് ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് സംസാരിച്ച് അപ്പോൾ അതിൽ കടന്നു വന്ന കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് വന്നൊരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഭയങ്കര ഒരു റിലേറ്റബിൾ ആയിരുന്നു ആ കണ്ടന്റ് എന്നുള്ള പോലെ. നമ്മുടെ 2 ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഹന്നനെ ഓൾറെഡി അറിയുന്നുണ്ടാവും. ഹന്ന നമ്മുടെ ചാനലിൽ പോഡ്കാസ്റ്റുകൾക്കും വന്നിട്ടുണ്ട്. ഹന്നയുടെ ഒരു കൊറിയൻ ഡ്രാമയുടെ സജഷൻസ് ഹന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മേഘ്ന ഇന്നിവിടെ ഉണ്ട്. ഇത് ന്യൂ ഇൻട്രൊഡക്ഷൻ ടു അവർ ചാനൽ. മേഘ്നയും ഹന്നയുടെ കൂടെ പഠിച്ചതല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, നമ്മൾ അതിനെ പറ്റി കുറച്ച് ഒന്ന് എലാബറേറ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു? ഞാൻ ഡീനയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എനിക്ക് ഡീനയുടെ നരേഷൻ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ആരെങ്കിലും നല്ലത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോംപ്ലിമെന്റ്സ് എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഡീനയ്ക്ക് മുടി കാരണം ഇത്ര ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുന്നത്. നല്ല മുടിയുള്ളവർക്ക് അറിയില്ല. അതുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് മുടിയെ കുട്ടി എനിക്ക് അത്ര നല്ല കോംപ്ലിമെന്റ്സ് കാര്യങ്ങളും കിട്ടി. അത് കാരണം എനിക്ക് ഒരിക്കലും അറിയില്ല, റിലേറ്റ് തീരെ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം മുടിയുടെ. കാരണം എന്താണ്, എനിക്ക് മുടീനെ കുറിച്ച് എന്റെ USP ആണ്. പ്രീവിയസ് വീഡിയോ ചെയ്തപ്പോൾ മുടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സെറ്റാക്കി ശരിയായതെന്നൊക്കെ പറഞ്ഞ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനത് നോട്ടീസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ലൈക്ക് അതിനിവൻ ഒട്ടും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ മുടിയുടെ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രിസി ആണോ അങ്ങനെയാണോ ഇങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്യാൻ. മുടി സെറ്റ് ചെയ്യാണ്ട് ഇറങ്ങുമോ പുറത്ത്? ഇല്ല, അതാ ഞാൻ പറഞ്ഞേ. ആ പോയിന്റ് നമ്മുടെ കാര്യം പറഞ്ഞത് ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. പക്ഷെ അത് സംഭവം എന്താന്ന് വെച്ചോണ്ടല്ലോ, വേറെ ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് പറയാമെങ്കിലും വേറെ ആൾക്കാർ നോട്ടീസ് ചെയ്തുണ്ടാക്കി തന്ന ഇൻസെക്യൂരിറ്റീസ് ആണ് കൂടുതൽ. എന്റെ ഒരു കൂട്ടുകാർ നിന്റെ മുടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അങ്ങനെ വളഞ്ഞിരിക്കുന്നു, നിനക്കേ അറിയുള്ളൂ. ഇത് കാണുന്ന ഒരാൾക്ക് അത് അറിയില്ല എന്നുള്ള പോലെ. പക്ഷെ ഇത് കാണുന്ന ആരൊക്കെയോ പറഞ്ഞിട്ടാണല്ലോ ഇത് വന്നത്. ശരിയാ. ജനറലി നമ്മുടെ എന്താ പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ആണെങ്കിൽ അവർ അങ്ങനെ അധികം നോക്കാറില്ല. പക്ഷെ നമ്മൾ ഈ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുമാതിരി കമന്റ് ഒക്കെ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ, നമ്മൾ സ്വയം കോൺഷ്യസ് അല്ലാത്ത കാര്യങ്ങളായിരിക്കും. അതെ. ഇങ്ങനെ എനിക്കറിയരുത്, ഇതൊക്കെ പ്രശ്നമാണ്, ഇതൊക്കെ പ്രശ്നമാണ്. ന്യൂ എന്താ ഒരു പുതിയ കാര്യങ്ങൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് തരും. റാൻഡം ആയിട്ട് ഒരാൾ പുതുതായിട്ട് ഒരു മനസ്സുഖം. നമ്മളിപ്പോ ഒരു കുറെ കാലം ഒരു സ്ഥലത്ത് പഠിച്ചു, അത് കഴിഞ്ഞ് പുതിയ സ്ഥലത്ത് പോകുമ്പോ അവര് പുതിയ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ നമുക്ക് കുറ്റം ഉണ്ടാക്കി കൊണ്ടുവരും. കുറെ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ആദ്യം തന്ന ഇപ്പൊ ഈ സ്കൂളിലും ഇതിന്നൊക്കെ ഭയങ്കര ട്രോമ കിട്ടിയ ആൾക്കാര് ഗോയിങ് ടു എ കോളേജ് ഓർ എ ന്യൂ പ്ലേസ്, പീപ്പിൾ ആർ സേയിങ് റിയലി ഗുഡ് തിങ്സ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് ദേ ആർ ഇൻസെക്യൂർ. അതുണ്ട് കേട്ടോ, അങ്ങനെ അത് വളരെ വലിയ കാര്യമാണ്. ഹന്ന എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഡീനിന്റെ മുടി ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനാണേലും കരൂരിലാകുമ്പോ എപ്പോഴും ഡീനയുടെ ഇങ്ങനെ പറയും, ഡീന എന്ത് ഭംഗിയാണ് എപ്പോഴും ഞാനതെല്ലാവരും പറയാറ്. എന്നിട്ട് ഡീന പറയും എന്നെ അത്ര ഭംഗിയൊന്നും ഇല്ല, ഹന്ന മാത്രമേ പറയാറുള്ളൂ. ആക്ച്വലി ഹന്ന മാത്രമേ അയ്യോ പക്ഷെ അത് കുറച്ച് അധികം പറയും. പുതിയൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു വാലിഡേഷൻ, പലപ്പോഴും നമുക്ക് ഈ ഇൻസെക്യൂരിറ്റീസിനൊക്കെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് വാലിഡേഷൻ ആണ്. എന്തൊക്കെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാലും വി ഓൾ സീക്ക് വാലിഡേഷൻ അല്ലേ? അത് നമ്മുടെ ടാലൻസ് ആവട്ടെ, നമ്മുടെ ലുക്ക് ആവട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റി ആവട്ടെ, ആരെങ്കിലും നല്ലത് പറയുമ്പോ ഒരു സുഖം, you feel good about yourself. അങ്ങനെ you can overcome your a lot of insecurities from this. ഇങ്ങനെ കിട്ടുന്ന വാലിഡേഷൻ. കേരളത്തിൽ മെലിഞ്ഞ കുട്ടിയാണെങ്കിൽ കുറച്ച് ഷെയ്മിങ് കൂടുതലാണ്. ഭയങ്കര മെലിഞ്ഞിട്ടാണെങ്കിൽ കഴിക്കുന്നില്ല, ആരോഗ്യമില്ല, അസുഖമുണ്ടോ, അങ്ങനത്തെ ഷെയ്മിങ് കുറച്ചധികം കൂടുതലാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് നല്ലപോലെ ഷെയ്മിങ് കിട്ടി. മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു കർവി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു ലിമിറ്റ് വരെ അത് ഓക്കെയാണ്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇതേപോലെ തട്ടിച്ചല്ലോ നമ്മള് ആ രണ്ട് എക്സ്ട്രീംസിലും പോവാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ദ മിഡിൽ. നമ്മള് ഭയങ്കര സങ്കടമാവട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ഭയങ്കര എന്തെങ്കിലും ഇവന്റ് ഒക്കെ വരുമ്പോഴേ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കണ്ണടയിലൊക്കെ നോക്കി ഇങ്ങനെ ആരെങ്കിലും ഒരു വൃത്തിട്ട കമന്റും പറയും, എല്ലാം പോകും. ആർക്കും ചെറിയ കമന്റാ നമ്മളെ പോകുന്ന ഒരു ദിവസം ഒരു ആഴ്ചയും ചിലപ്പോ ഈവൻ മന്ത്സ് നമ്മൾ അത് ഓർത്തിങ്ങനെ. അതെ. ആൻഡ് നമുക്ക് ഈ കിട്ടുന്ന നല്ല കോംപ്ലിമെന്റ്സിനേക്കാളും നമ്മൾ എന്താണെന്നറിയില്ല വിശ്വസിക്കുന്നത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കോംപ്ലിമെന്റ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഞാൻ നന്നായിട്ട് ആരും എന്തെങ്കിലും പറഞ്ഞവർക്ക്
സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ ഇവളോട് എന്ത് കോംപ്ലിമെന്റ്സ് കൊടുത്തതാണെങ്കിലും അത് കാക്കക്ക് തൻകുന്നു പൊൻകുന്നായിട്ടല്ലേ, നീ അതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. എനിക്ക് തരുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നു. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായുണ്ട്. അങ്ങനെയാണോ ഇഷ്ടമുള്ളവർക്ക് ഹന്നെ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ഇങ്ങനെ വാരി കോംപ്ലിമെന്റ്സ് തരുമ്പോഴെന്നാണോ അതോ നീ എനിക്ക് അങ്ങോട്ടും നീ ഇവിടെ ഞാൻ കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. ടു എ പോയിന്റ് കുറെ ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലാത്ത സാധനങ്ങളോട് എന്ത് കൊടുത്താലും നന്നായിട്ട് ഉണ്ടാക്കും. ചില സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ബിംബാമ്പൊക്കെ ഭയങ്കര കിട്ടില്ല ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചാൽ ഒരു വഴുതന ഉണ്ടാക്കി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഞണ്ട് കറി കിടിലേ. നമ്മൾ നെഗറ്റീവ്സിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴാണ് നമ്മളത് ഓവർകം ചെയ്യാൻ പഠിക്കുന്നത്. പക്ഷെ ഏജ് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഏജ് കഴിഞ്ഞതാണെങ്കിൽ നമ്മുടെ നല്ല സംഭവങ്ങൾ നമ്മൾ കുറച്ച് എംബ്രേസ് ചെയ്യാൻ തുടങ്ങും. വെൻ യു ഗെറ്റ് വാലിഡേഷൻ കുറച്ച് നമ്മൾ ഇത് സപ്രസ് ചെയ്യാൻ മറ്റേ കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് വരും. അതെ അതെ ചിലപ്പോഴെങ്കിലും നമ്മുടെ കോൺഫിഡൻസും യു സ്റ്റിൽ ഹാവ് ദോസ് ഇൻസെക്യൂരിറ്റീസ് ബട്ട് യു സ്റ്റിൽ അതൊരു ബാക്ക് സീറ്റ് എടുക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നും ഏജ് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു എൻവയോൺമെന്റൽ ചേഞ്ച് വരും. നമ്മൾ നിൽക്കുന്ന നാട്, നമ്മളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ ചിലപ്പോൾ ഭയങ്കര ടോക്സിക് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമുക്കുള്ള ഒരു ഫ്രണ്ട് സർക്കിള് അവരൊക്കെ മാറി കഴിയുമ്പോൾ ചിലപ്പം പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അവർ കുറച്ചും കൂടി നമ്മുടെ പോസിറ്റീവ് സൈഡ്സ് കാണുക. അങ്ങനത്തെ പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മളുടെ പോസിറ്റീവ്സിനെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുക. അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ സറൗണ്ട് ചെയ്യുക. അങ്ങനത്തെ പോസിറ്റീവ് ചേഞ്ചസ് വരുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ വരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ആ നിൽക്കുന്ന എൻവയോൺമെന്റിൽ തന്നെ നിൽക്കുകയാണ്, അവരും നമ്മളും ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറില്ല. അതെ, ആ ചേഞ്ച് നമ്മൾ എല്ലാരും കൊണ്ടുവരണം. ഐ യൂസ് ടു തിങ്ക് ബോഡി എങ്ങനെയാണ് അല്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കളിയാക്കുന്നതാണ് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ ഒരു എല്ലാരും അങ്ങനെ ചെയ്യുമ്പോ ഞാനും അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലെവല് കഴിഞ്ഞപ്പോ നമ്മുടെ കാറ്റ്സ് ഒരു 3 പൂച്ച വീട്ടിന്റെ ഉള്ളിലുണ്ട്. അവരൊക്കെ വളരെ ബിസിയാണ്. അവരൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കും. അവർക്ക് യാതൊരു വിധ ഇൻസെക്യൂരിറ്റി ഇല്ല. വളരെ സെക്യൂർ ബീയിങ്സ് ആണ് കാറ്റ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൗണ്ട്സ് ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹന്നയുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? എനിക്ക് എന്റെ മേജർ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്റെ വോയിസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആയിട്ടുള്ളതായിരുന്നു. അത് കാരണം ആൾക്കാരൊക്കെ വിളിച്ചതാണെങ്കിൽ ഐ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോൺ, ഇറ്റ് ജസ്റ്റ് റിങ്സ്. ഐ ട്രൈ ടു അവോയ്ഡ് മേക്കിംഗ് കോൾസ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ യൂസ് ടു ടെക്സ്റ്റ് പീപ്പിൾ. അങ്ങനെയായിരുന്നു. എനിക്ക് മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു എന്റെ വോയിസ് എന്നുള്ളത്. ഡീനയുടെ പോഡ്കാസ്റ്റില് ആദ്യം ഇരുന്നപ്പോ ആ ടൈമില് ഇതിന്റെ അടിയിൽ കുറെ പേര് കമന്റ് ചെയ്തു, ഇങ്ങനെ നൈലാഷയുടെ വോയിസ് മാതിരിയാണ് എങ്ങനെയാണെന്നൊക്കെ. ടു ബി ഓണസ്റ്റ് എനിക്ക് നൈലാഷ ആരാണെന്ന് പോലും അന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഐ തോട്ട് ഐ ഗൂഗിൾ. അപ്പൊ നോക്കിയപ്പോ RJ, ഷീസ് ആൻ RJ and these people are comparing me to RJ. അതെ, അങ്ങനെയുള്ള ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം പിന്നെ ക്ലബ് ഹൗസ് ഭയങ്കരമായിട്ട് ഹൈപ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ടൈമില് ഐ വാസ് വെരി ആക്റ്റീവ് ദർ. അപ്പൊ ഞാൻ എല്ലാവരോടും ഇങ്ങനെ ക്ലബ് ഹൗസിൽ ഓരോ റൂംസിലും പോയിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ നേരം സോ മെനി പീപ്പിൾ ടോൾഡ് മീ ദാറ്റ് ഐ സൗണ്ട് എ ലോട്ട് ലൈക്ക് നൈല ഉഷ. അപ്പോഴാണ് എനിക്ക് ഈ വോയിസിന്റെ ഇത് കുറച്ചൊരു സമാധാനം വന്നത്. അത്രയും കാര്യം എനിക്ക് ഈ വോയിസ് നോട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എത്രയോ പേര് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ആമ്പിള്ളേരുടെ പോലത്തെ വോയിസ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ വോയിസിന്റെ കാര്യത്തിൽ. പിന്നെ മേഘ്നയ്ക്ക് പറയാനാണെങ്കിൽ എന്തെങ്കിലും മേജർ തിങ്? ഒരു മഹാഭാരതം. കൊച്ചിലെ തൊട്ടേ നല്ലപോലെ ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആക്കിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ ഫാമിലിയിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ലൈക്ക് വേറെ വെന്റ് എല്ലായിടത്തും എനിക്ക് ഇച്ചിരി അധികം പ്രശ്നമായിരുന്നു. ബിക്കോസ് ഞാൻ ചെറുതായിരുന്നു. ഇപ്പോഴേ എൻ്റെ തല വലുത്. പണ്ട് കുറച്ചും കൂടെ വലുതായിരുന്നു എൻ്റെ ബോഡി. പകുതി എൻ്റെ തലയായിരുന്നു. ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയണം. പിന്നെ എൻ്റെ കണ്ണ് പക്ഷെ കുറച്ച് ഇപ്പോഴത്തേക്കാൾ ഭയങ്കര വലിയ കണ്ണായിരുന്നു. അതായത് ഈ വെള്ളം മാത്രമേ കാണൂ.
വലിയ തടിയും വലിയ കണ്ണൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാവില്ലേ സ്വാഭാവികമായിട്ടും. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യും, അല്ലെങ്കിൽ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ചിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കും. ഈ ഒരു റിയാക്ഷൻ ആയിരുന്നു കൊച്ചിലെ മുതൽ ഞാൻ എവിടെ പോയാലും. അപ്പം അത് വളരെയധികം എന്നെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ ബാധിക്കും. ഞാൻ ഈ LKG പോകുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കര ചെയർഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്കൂളിലൊക്കെ പോകാൻ, സോഷ്യലൈസ് ചെയ്യാനൊക്കെ. സോഷ്യൽ ബട്ടർഫ്ലൈ ആയിരുന്നു അവിടെയൊക്കെ പോകുമ്പോൾ. പക്ഷെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ഫസ്റ്റ് ഡേയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ കരയുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പകുതി പിള്ളേർ എന്നെ കണ്ടാണ് കരുതുന്നത്. പിന്നെ കുറെ കഴിയുമ്പോൾ ശരിയായി. കാരണം എപ്പോഴും പോയാലും നമുക്ക് എങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. വ്യത്യാസം ഉണ്ടാകും. വളർന്നു വരുമ്പോഴേനും കുറെ ചേഞ്ചസ് ഒക്കെ വന്നു. ബട്ട് ഇറ്റ് സ്റ്റിൽ നോട്ട് ഇനഫ്. സൊസൈറ്റിക്ക് അത് ഇനഫ് അല്ലായിരുന്നു, മനസ്സിലായില്ല. ഞാൻ പതുക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു. അപ്പം അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നതാണ്, ഞാൻ ഓർക്കും എന്നെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ കുറേ അങ്ങനെ നമ്മളെ ഭയങ്കര എഫക്റ്റ് ചെയ്യുക. അത് നമ്മൾ അതിൽ നിന്ന് ഗെറ്റ് ഓവർ ആവത്തില്ല ആ ഒരു സംഭവം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് ഉള്ളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം. എനിക്ക് ആ വാലിഡേഷൻ തരാൻ എൻ്റെ അച്ഛനും അമ്മയോടും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ആ സമയത്ത് ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തോ എനിക്ക് ഓർക്കുട്ടിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരാളുടെ ഞാൻ സംസാരിക്കായിരുന്നു, സീനിയർ എൻ്റെ സ്കൂളിലെ. ഓർക്കുട്ടിൽ നമ്മൾ DP ഒന്നും ഇടത്തില്ലല്ലോ. അപ്പം എനിക്ക് ഇയാളെ അറിയാം, യു എസ് പോപ്പുലർ. ഞാൻ ചുമ്മാ ഫ്രണ്ട് എന്ന് പറയുന്നില്ല. ആ സമയത്തൊക്കെ നിഷ്കളങ്കത്വം ആ സാധനമാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇയാൾ ഒരു ദിവസം എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇറങ്ങി ഓടി സ്കൂളിൽ വെച്ചിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേ അപ്പം എൻ്റെ ഫ്രണ്ട് സമാധാനിപ്പിച്ചാ, പോട്ടെ സാരില്ല. എന്താണെന്നറിയോ, മേഘ്ന എന്നുള്ള പേര് കേൾക്കുമ്പോൾ നല്ല ഭയങ്കര ഭംഗിയുള്ള കുട്ടികൾ അതിലും വലുത് സമാധാനമായി പോയിട്ട്. അതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഈ വാലിഡേഷൻ തരാൻ ആരുമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഡിൻ മാറ്റർ ടു മീ. അവരുടെ ഒപ്പീനിയൻ ബിക്കോസ് അവരെൻ്റെ അച്ഛനും അമ്മയല്ലേ. അപ്പം അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ ബോദർ ചെയ്യായിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. വെച്ചാൽ എന്നാലും ഞാൻ സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അത് അമ്മ എന്നെ കുറെ പുഷൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, കുറെ പ്രൈസ് ഒക്കെ മേടിക്കായിരുന്നു. പിന്നെ അങ്ങനെ കുറെ അങ്ങനെ ആക്റ്റീവ് ആവുമായിരുന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എങ്ങനെ അറിയില്ല, അങ്ങനെ അങ്ങ് പോയി. ഒരു പോയിന്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ എൻവയോൺമെന്റിന് ഫ്രണ്ട്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവർക്കും റിസോൾവ് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തേ പറ്റും. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. ഇറ്റ്സ് ഈസി ടു സേ ബട്ട് ഞാൻ തെറപ്പിക്കൊക്കെ പോയപ്പം എൻ്റെ അടുത്ത് തെറപ്പിസ്റ്റ് ആദ്യം ചോദിച്ചൊരു കാര്യങ്ങളിലൊന്നാണ്, എന്തുകൊണ്ടാണ് ഡീനിനെ ഇഷ്ടമില്ലാത്തത്. ആ ഇഷ്ടമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, പിന്നെ നമ്മൾക്കുള്ള കുറവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഴ്സണാലിറ്റിയിൽ ചില കുറവൊക്കെ ഉണ്ടാവും, കയ്യിലിരിപ്പുണ്ടാവും നമുക്ക്. അതെ, കയ്യിലിരിപ്പ് അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാനൊക്കെ അത് ഒരു ചേഞ്ച്, ഒരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ മാറ്റുക എന്നല്ല, നമ്മുടെ ഒരു ഓക്കെ അല്ലാത്ത പേഴ്സണാലിറ്റീസിനെ മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റാൾക്കാരെ നമുക്ക് കുറച്ചും കൂടി പിറകിലേക്ക് തള്ളാൻ പറ്റും. ഇപ്പോ നാട്ടിലൊക്കെ പോയി വല്ലവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പോവും അവിടെ നിന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാറിയായിരുന്നു നിങ്ങള്. അത് പിന്നെ ആരുടെയൊക്കെ സംഭവങ്ങൾ എടുക്കണം, ആരുടെയൊക്കെ ഒപ്പീനിയൻസ് മാറ്റർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവും. അതെ, ആ ഒരു സ്റ്റേജ് ഇമോഷണൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു അഡോളസൻസ് ഉണ്ടല്ലോ, നമ്മളൊരു ടീനേജ് ഇയേഴ്സ്, ആ സമയത്ത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ സമയത്ത് ഇതൊക്കെ മാറ്റേഴ്സ്. ലുക്ക് വൈസ് എന്ന് വല്ല കാണാനും ഇതില്ലെങ്കിലും ലുക്ക് വൈസ് എനിക്ക് വല്ലാതെ ഇൻസെക്യൂരിറ്റീസ് വല്ലാതെ ഇല്ലായിരുന്നു, വളരെ കുറച്ചായിരുന്നു. എന്റെ അല്ലാത്ത രീതിയിൽ വർത്താനം പറയുന്നതിന്റെ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഓരോന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അത് അപ്പോ നമ്മുടെ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാല് സ്കൂളിൽ കോഴിക്കോട് ഒക്കെ എന്ന് പറഞ്ഞാല് സ്കൂൾസില് ഈവൺ ഇഫ് യു ആർ സ്റ്റഡിങ് ഇൻ ഇംഗ്ലീഷ് സ്കൂൾ യു മൈ നോട്ട് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പം നമുക്ക് വല്ലാതെ അപ്പം പുറത്ത് പോയപ്പോ ഞാൻ ആദ്യം തന്നെ ചെന്നൈയിൽ വന്നപ്പോ സൂപ്പർ ഡിഫിക്കൽട്ട് ഫോർ മീ. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഐ വാസ് വീക്ക്. റിയലി ഗുഡ് അറ്റ് റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഐ വാസ് റിയലി ബാഡ് അറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇപ്പൊ കൊച്ചിയിലുള്ള സ്ഥലത്തൊന്നും അങ്ങനെയല്ല. എനിക്കറിയാലോ, ഞാൻ മലപ്പുറത്തൊന്നുമല്ല.
ഞാൻ മലയാളം മീഡിയമാണ്. എന്നിട്ട് നിഫ്റ്റിൽ പോയപ്പോ ഫോർ ഓവർ ലൈക്ക് എ ഇയർ ഐ വാസ് നോട്ട് ടോക്കിംഗ് ടു എനിവൺ. ഐ വാസ് ജസ്റ്റ് ഒബ്സർവിംഗ് പീപ്പിൾ. ശരിക്കും അവരെ നോക്കുക, അവരെങ്ങനെ വർത്താനം പറയുന്നത്, അവരെങ്ങനെയാണ് ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, ഹൗ ദേ പ്രൊനൗൺസ് ഇറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഐ നെവർ യൂസ് ടു ടോക്ക് ഫോർ 1 year. എല്ലാവരും തോട്ട് ഐ എം എ വെരി സൈലന്റ് പേഴ്സൺ, ബട്ട് ഇൻ റിയാലിറ്റി ഐ എം നോട്ട്. അത് ഇംഗ്ലീഷിന്റെ പ്രശ്നം. അതായത് നാട്ടിൽ നിൽക്കുമ്പോഴേ അതൊരു വിഷയമല്ല. അത് നാട്ടിന് പുറത്തു പോകുമ്പോ ആക്ച്വലി നമുക്ക് എസ്പെഷ്യലി നിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മൾട്ടി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ ഒരു ഭാഷ. ആർക്കും മലയാളം അറിയില്ല, കുറെ പേർക്ക് ഹിന്ദി അറിയില്ല, തെലുങ്ക്, തമിഴ്, എല്ലാ ഭാഷയും ഒരാൾക്ക് ഒഡിയ, എല്ലാവർക്കും എല്ലാം, കന്നഡ, എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ. എനിക്ക് പിന്നെ അതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ പറയുക, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഒരു നാണുമില്ല. ഞാൻ തെറ്റൊക്കെ വിളിച്ചു പറയും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പൊ ഞാൻ ചെന്നൈയിൽ വന്നപ്പോ നാട്ടിലാണെങ്കിൽ ഞങ്ങള് തെറ്റ് പറഞ്ഞതാണെങ്കിൽ there are people to judge you. അപ്പൊ ഞാൻ നിഫ്റ്റിൽ പോയപ്പം there were very less people. If I'm saying something wrong, എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാണെങ്കിൽ they correct it instead of making fun of it. കുറെ പേര് അങ്ങനെയുണ്ട്. പക്ഷെ കുറെ പേര്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ബുക്സ് വായിച്ചിട്ടാണ്. കാരണം നമ്മൾ മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുമ്പോൾ +1 +2 നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് തന്നെ ഉള്ളൂ. അതുവരെ എല്ലാം മലയാളത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഫിസിക്സിലെ എല്ലാ വാക്കുകളും, ഇപ്പൊ പ്രവേഗം, ത്വരണം, അങ്ങനെയാണ് പഠിച്ചേക്കണേ. വെലോസിറ്റി, പ്രവേഗം. +1 +2 എത്തിയപ്പോഴത്തേന് ഇതൊക്കെ കൂടി ഇങ്ങോട്ട് എനിക്ക് മനസ്സിലാവണ പോലും ഉണ്ടായിരുന്നില്ല. ഇത് അന്നനാളത്തിൽ കൂടെ ഡൈജസ്റ്റീവ് ട്രാക്ക് ആണെന്ന് മനസ്സിലാക്കി വരെ എനിക്ക് കുറെ വാക്കുകൾ പഠിച്ചു. ഡീന ബുക്ക് വായിച്ചത് കൊണ്ട് തന്നെ ഡീനയുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ബുക്ക് വായിച്ചിട്ട് ശബ്ദങ്ങളുടെ ഉച്ചാരണം അത് നമുക്ക് ബുക്കിൽ നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പോലോ കൊയ്ലോന്റെ ബുക്ക് വായിച്ചിട്ട് അതിൽ മക്തബ് എന്നുള്ളൊരു വാക്കുണ്ട്. എനിക്ക് തോന്നുന്നു ആൽക്കമിസ്റ്റിൽ. ഇപ്പോഴും ഞാനത് കറക്റ്റ് ആയിട്ടാണോ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ +1 +2 വെച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ അടുത്ത് ആ വാക്ക് ഞാൻ ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ബുക്ക് വായിക്കുന്നവർ ആ സമയത്ത് ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. വളരെ അൺഅസ്യൂമിങ് ആയിട്ട് ഞാൻ ചെന്നിട്ട് അയ്യോ എനിക്കിഷ്ടമാണ് അതൊക്കെ ആ വാക്ക് പറഞ്ഞപ്പോൾ ഞാനത് ഭയങ്കര തെറ്റിച്ചാ പറഞ്ഞത്. കാരണം ഞാനത് വായിച്ചിട്ട് മാക്ടപ്പ് എന്നാണ് പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പം ആലോചിക്കുമ്പോ. അപ്പൊ ആ കുട്ടിയെ ഞാൻ കളിയാക്കി ചിരിച്ചു. യു മീൻ മക്തബ്, അങ്ങനെ ഭയങ്കര മീനായിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇല്ലാണ്ടായി പോയി. ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോ അവരെ കളിയാക്കാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരാളെ തിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിലൊരു ലെയർ ഓഫ് കളിയാക്കൽ ആഡ് ചെയ്യുമ്പോ എംബാരസ്മെന്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഭയങ്കര എംബാരസ്മെന്റ് ആണത്. അത് കേരളത്തിന് പുറത്തു പോകുമ്പോ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഒന്നും കൂടി കൈൻഡാണ്. മലയാളികൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ടോളറേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തൊരു ആൾക്കാരൊക്കെ. നല്ലതാണ്. അല്ല, എന്നെ കൂടുതലും ആ ലാംഗ്വേജിനൊക്കെ ഭയങ്കരമായിട്ട് കാട്ടിയിട്ടുള്ള ആൾക്കാർ അധികവും മലയാളികളാണ്. കുറച്ചും കൂടി ബെറ്റർ സ്കൂൾസിലോ അല്ലെങ്കിൽ ഒരു CBSE ICSE പഠിച്ച് അവർക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരിക്കലും വായിച്ച് ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് ഉച്ചാരണം കറക്റ്റ് ആയിക്കോണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം, കുറേ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവണം. ഈ മൂവീസ് അങ്ങനെയൊക്കെ കണ്ടിട്ട്. എന്നാലും ഇപ്പൊ എത്ര ഓർക്കാൻ പറ്റും, പക്ഷെ പാവം എന്റെ മാഗി ബോ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് വരെ. എന്നെ ജഡ്ജ് ചെയ്യാതെ ഇംഗ്ലീഷ് ഒക്കെ കറക്റ്റ് ഒക്കെ ചെയ്ത് തന്ന എന്റെ മാഗി ബോ. അത് നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച അത് ഭയങ്കര അസെറ്റാണ്, വലിയ അസെറ്റാണ്. As you grow old, you keep filtering out people. നമുക്ക് പറ്റാത്ത, നമ്മളെ താഴ്ത്തി കെട്ടുന്ന ആൾക്കാരൊക്കെ നമ്മള് വേണ്ട, എനിക്ക് മനസ്സമാധാനം മതി, കമ്പനി വേണ്ട. അതെ, എനിക്ക് കുറച്ച് ഇരുണ്ട നാളുകളൊക്കെ ഓർമ്മ വരുന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് ഓവർകം ചെയ്തു എന്നുള്ളതിനെ പറ്റിയായിരുന്നു. മേഘ്ന ഞാൻ മിഡ് വേ സ്റ്റോപ്പ് ചെയ്തപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തൊക്കെ പറഞ്ഞിട്ട് ഓവർകം ചെയ്ത് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ഓവർകം ചെയ്ത് ഞാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ ഒരു ശക്തി കണ്ടുപിടിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ വലുതായപ്പോഴും ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മനെ കളിയാക്കിയായിരുന്നു, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ മാറി, കുറെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു. ഓവർകം ചെയ്തത് പിന്നെ എൻ്റെ പല്ലും ഭയങ്കര മെസ്ഡപ്പ് ആയിരുന്നു. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എൻ്റെ പല്ലൊക്കെ ഈ മോണയ്ക്കകത്തൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറെ 2 സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ശരിയായി. പിന്നെ എൻ്റെ അടുത്ത ആൾക്കാർ എനിക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് മുമ്പ് എനിക്ക് അതൊരു കാര്യമായിരുന്നു, ചിരിക്കത്തില്ല.
ഇങ്ങനെയാണ് ഫോട്ടോസിലൊക്കെ ചിരിച്ചോണ്ടിരുന്നത്. ചിരിക്കുമ്പോൾ അല്ല ചിരിക്കുമ്പോൾ ഭാവത്തിൽ ചിരിക്കുക അങ്ങനെ അധീനം ഞാൻ പറഞ്ഞില്ലേ ഡെന്റൽ ഇഷ്യൂസിൽ എല്ലാരും അവര് ഇങ്ങനെ ചിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കില്ല. അത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാരും. എന്റെ ഒരു വലിയ ഇൻസെക്യൂരിറ്റി ആയിരുന്നല്ലോ ചിരി. അത് പിന്നെ ആൾക്കാർ പിന്നെ എല്ലാം റെഡിയാക്കാൻ പറഞ്ഞു തുടങ്ങി. ചിരി നല്ല ചിരിയാണ്, നല്ല രസമാണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അയ്യോ എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടുന്നു. കുറച്ച് ഓവർവെൽമിംഗ് ആണ്. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ കാര്യമാണെങ്കിലും പണ്ട് ഭയങ്കര വലുത് ആൾക്കാർക്ക് പേടിയൊക്കെ ആവായിരുന്നു. ഇപ്പൊ പിന്നെ കുറെ പേരൊക്കെ പറയും നല്ല വലിയ കണ്ണാ, നല്ല രസമുള്ള കണ്ണാ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹായ്. അപ്പൊ അതൊക്കെ ഭയങ്കര ആ കോംപ്ലിമെന്റ്സ് കിട്ടി തുടങ്ങിയത് മച്ച് ലേറ്റർ ഇൻ ലൈഫാണ്. അപ്പോൾ ഇറ്റ് വാസ് എ ന്യൂ ഗുഡ് തിങ് ഫോർ മീ. ഐ മീൻ ഭയങ്കര നന്നായി നമുക്ക് ഭയങ്കര എന്തെങ്കിലും മനസ്സിൽ കുളിർമഴയൊക്കെ പെയ്യും. ഇപ്പൊ കോംപ്ലിമെന്റ് തരുമ്പോൾ ദീന അന്ന പറഞ്ഞത് കോംപ്ലിമെന്റ്സ് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ തുള്ളിച്ചാടുമായിരിക്കും. അതുകൊണ്ട് ഈ നെഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം നെഫ്റ്റിലോട് ഭയങ്കര വൃത്തികേടായിട്ടായിരുന്നു എല്ലാവരും. ഞാനും അവിടെ പിന്നെ ഒറ്റ ഇതിലായിരുന്നു. അങ്ങനെയായിരുന്നു ഡ്രസ്സ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നെഫ്റ്റൊക്കെ കഴിഞ്ഞ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളൊക്കെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ പണ്ടൊന്നും മിണ്ടാത്ത ആൾക്കാരൊക്കെ മിണ്ടി തുടങ്ങി. ശരിയാണ്, ഭയങ്കരമായിട്ട് എത്രയോ പേര് മിണ്ടാത്ത ആൾക്കാര് ദേ വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് യു നൗ. ആ ഒരു വാലിഡേഷൻ ഉണ്ടല്ലോ. അത് കാരണം പിന്നെ ഞാൻ ഭയങ്കര ഡ്രസ് ചെയ്ത് പീപ്പിൾ ആർ ലൈക്ക് അവര് ലൈക്ക് ഐ എം എ സ്റ്റൈലിസ്റ്റ്. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലാണ്. സ്കൂളില് ടീച്ചറാണ് ഞാൻ. 1st to 8th ഗ്രേഡേഴ്സിനാണ് പഠിപ്പിക്കുന്നത്. ഡിസൈൻ ആണ് പഠിപ്പിക്കുന്നത്. അവിടെ ആണെങ്കിൽ ഡ്രസ് കോഡൊന്നുമില്ല. എനിക്ക് എങ്ങനെ വേണം സ്റ്റൈലായിട്ട് പോവാം. അവിടെ ഇങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ആണല്ലോ വന്ന് ഇങ്ങനെ കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ തരും. പിന്നെ വേറൊരു ഫാക്കൽറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേഘ്ന യു ക്യാരി യുവർ സെൽഫ് റിയലി വെൽ, എപ്പോഴും എന്താ ഇട്ടുകൊണ്ട് വരുന്നതൊക്കെ നിങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കുളിർമഴ പെയ്യുന്നു. സ്വാഭാവികം. മറ്റേ ഓവർകമ്മിന്റെ പോയിന്റ് പറയുമ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ടായി. എന്താന്ന് വെച്ചാൽ ഞാനിപ്പം പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ 1 to 8th ഗ്രേഡേഴ്സ്, ചെറിയ പിള്ളേര്, അവരായിരുന്നു എനിക്ക് ശരിക്കും പേടി ഗ്രോയിങ് അപ്പ്. ആ ഒരു ഏജ് ഗ്രൂപ്പ് എനിക്ക് അഡൾട്ട്സിനെയും പേടി. അതാണ് ഈ സ്റ്റെയറിങ്ങും ഈ ഒരുമാതിരി നോക്കലും ചിരിയും ഒക്കെ കൂടുതലും പക്ഷെ വരുന്ന പിള്ളേരുടെ അടുത്തുനിന്നായിരുന്നു. പേരൻസിൻ്റെ അടുത്തുനിന്നും അഡൾട്ട്സിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു, കൂടുതലും പിള്ളേരുടെ അടുത്തുനിന്നായിരുന്നു. അപ്പം എനിക്ക് പിള്ളേരെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് ഓൾസോ എനിക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രതീതി ആയിരുന്നു. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എനിക്ക് പേടിയുള്ള കാറ്റഗറി ഏജ് റേഞ്ചിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ബട്ട് ദ തിങ് ഇസ് എനിക്ക് എൻ്റെ മാനേജർ പറയുന്നത് ഐ ഹാവ് എ കണക്ട് വിത്ത് കിഡ്സ് ആൻഡ് ഇറ്റ്സ് ട്രൂ. ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നെ ഇഷ്ടമാണ്. അവർ എന്നെ കാണുമ്പോൾ ഓടി വന്ന് മാം ഐ മിസ് ഡ്യൂ എന്ന് വന്ന് കെട്ടിപ്പിടിക്കുക. എൻ്റെ ഒരു കുട്ടി ഒരു 1st സ്റ്റാൻഡേർഡിൽ വന്ന് ഒരു പഠിക്കുന്ന ഒരു കുട്ടി മാം യു ഡിഡ്ന്റ് കം ഫോർ മൈ ബർത്ത്ഡേ, പിന്നെ മാം ഐ മിസ് ഡ്യൂ. ഭയങ്കര അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഐ മീൻ സന്തോഷമൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണത്. അപ്പൊ ആ ഒരു എന്താ പറയാ ഇന്നർ ചൈൽഡ് ഗെറ്റ്സ് ഹാപ്പി എന്ന് പറയുന്നത് ഹീൽസ് സംതിങ് ഇൻസൈഡ്. എന്തോ എൻ്റെ ഉള്ളിലുള്ള എന്തോ അതിങ്ങനെ ഹീലാവുന്ന പോലെ തോന്നുന്നു നമുക്ക്. ഇത് പഴയ മേഘ്നയെടുത്ത് എനിക്കിത് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് ചിലപ്പോ. പക്ഷെ ഈ പഴയ മേഘ്ന നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ സെൽഫ് വിൽ ബി വെരി പ്രൗഡ് ഓഫ് us right now. അതെ, വെരി പ്രൗഡ്. യെസ് അല്ലേ? അതെ, എല്ലാ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും പിന്നെ എല്ലാത്തിലും നമ്മുടെ ഗ്രോത്തിൽ തന്നെ ഭയങ്കര സന്തോഷം. ഞാൻ ആലോചിക്കുമ്പോ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അതെ, ഫൈറ്റിംഗ്. As we grew older, we have learned so many things, unlearned a lot of stuff. നമ്മൾ ചെയ്തോണ്ടിരുന്ന തൊട്ടിത്തരങ്ങളൊക്കെ മാറി, അങ്ങനെയും ഉണ്ട്. തൊട്ടിത്തരങ്ങൾ കുറേ മാറി, ഇനി മാറാനുണ്ടാവും. പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മോശം കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു മൊമെന്റിൽ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു റീകളക്ഷൻ ഉണ്ട്, അത് ഞാനാ ചെയ്തത് ശരിയാണ്, അത് ഭയങ്കര ഒരു മോശം പരിപാടിയാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഞാൻ ചിലപ്പോ ഒരു മാസമൊക്കെ ആലോചിച്ച് സങ്കടം ഉണ്ടല്ലേ എല്ലാവർക്കും. അറിയാതെ അബദ്ധം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര അങ്ങനെ അത്രക്കെങ്കിലും ഒക്കെ ഒരു ബോധം വന്നല്ലോ. ആ ഒരു ടൈമിനേക്കാളും അത്രക്കെങ്കിലും ബോധം വന്നത് വലിയ നല്ല കാര്യമാണ്. ബോയ്സിന്റെ ഇവിടെ ഇപ്പൊ റെപ്രസെന്റേഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ മേ ബി
ഒരു 2 ബോയ്സിനെയും കൂടി നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. അവരുടെ അടുത്തൊരു ഡിസ്കഷൻ, കാരണം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പലപ്പോഴും പല കാര്യങ്ങളിലും വളരെ വ്യത്യാസമായിരിക്കും. നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യങ്ങളായിരിക്കില്ല അവർ ചിലപ്പോൾ ഗോ ത്രൂ ചെയ്യുക. അവരുടെ എക്സ്പീരിയൻസസ് എന്തായാലും, കാരണം വേറൊരു ജെൻഡറാണ്, അല്ലെങ്കിൽ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ഇതിൽ കവർ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല, പക്ഷെ എല്ലാവരും ഒരുപോലെ അനുഭവിച്ചൊരു കാര്യമായിരിക്കും ഒരു മുഖത്തൊരു മുഖക്കുരു. ഒന്നല്ല കുറെ ഈ മുഖക്കുരു ഉള്ളപ്പം ഇപ്പൊ എനിക്കിപ്പോ ഒരു വലിയൊരു മുഖക്കുരു വന്നു എന്ന് വിചാരിക്കാം, അത് എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ക്ലൈമറ്റ് ആയിരിക്കും, ഞാൻ ചിലപ്പോൾ കുറെ മുട്ട തിന്നിട്ടുണ്ടാവും, കുറെ ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒക്കെ റീസൺ, ചിലപ്പോൾ പീരിയഡ്സ് ആയിരിക്കാം. ആഹാ, മുഖത്തൊരു കുരു വന്നല്ലോ. നമ്മുടെ അപ്പിയറൻസിനെ പറ്റി നല്ല ബോധമുണ്ട്, നല്ല ധാരണയുണ്ട്. ഈ കമന്റ് അടിക്കുന്നവർക്ക് അറിയത്തില്ല, ഒരു മനസ്സുഖത്തിന്. അതായത് ആ മുഖക്കുരു വന്നു എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എനിക്ക് കണ്ണാടി ഉണ്ട്, എന്താ പറ്റിപ്പോയ എന്താ പറ്റിപ്പോയെന്ന് എനിക്കറിയാം. ഞാനത് കുരു വന്നുപോയി, ഇത്ര ഉള്ളു. എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഐ അപ്ലൈ ഫൗണ്ടേഷൻ, അല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് വെൻ ഐ എം അറ്റ് ഹോം ഞാൻ ഭയങ്കര കോക്കാച്ചിയെ പോലെയാണ് മേഘ്ന കാണാറുണ്ട്. പക്ഷെ പുറത്ത് പോകുമ്പോൾ ബിക്കോസ് ഐ എം വെരി ഇൻസെക്യൂർ അബൌട്ട് ദാറ്റ്. ഞാൻ അവരോട് പറയുമ്പോൾ എന്റെ സ്കിൻ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതാണ് അവർ പറയും, ബട്ട് യു ലുക്ക് റിയലി നൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ്സ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ പറഞ്ഞു ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് യു വെയറിംഗ് ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വെയർ ഇറ്റ് എവറി ടൈം ബിക്കോസ് യു ഹാവൻ സീൻ ദ അതർ ഹൗ ഐ ലുക്ക് വിത്തൗട്ട് ഇറ്റ്. എനിക്കറിയുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റില് കല്യാണം കഴിക്കുമ്പോൾ, അതായത് ഇപ്പൊ ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പിലൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ആള് കാണുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ. ഒരാളെ അറിഞ്ഞ് കല്യാണം കഴിക്കുന്നതും ഒരു അറേഞ്ച് മാരേജ് കല്യാണം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇതായിരുന്നു, ആൾക്ക് ഇയാളെ ഇഷ്ടപ്പെടുവോ റിയൽ സെൽഫ് കാണുമ്പോ. കാരണം ആളെപ്പോഴും മുടിയൊക്കെ സെറ്റ് ചെയ്ത്, അയ്യോ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ചിന്തിക്കണ്ട, ബിക്കോസ് ഐ ഫീൽ ദാറ്റ്. അതിപ്പോ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു ദിവസം കൊണ്ട് അത് മാറാൻ പോണില്ല, പക്ഷെ അത് വളരെ ഓക്കെ ആയിട്ടാണ് ആ ഒരു ഇത് പോയത്, ആ റിലേഷൻഷിപ്പ്. എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, മേക്കപ്പിന് പലപ്പോഴും ഒരുപാട് പേര് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ടാണ്. പക്ഷെ ഓപ്പോസിറ്റ് ജെൻഡറിനെ മാത്രം, ഹന്നേനെയാണ് എല്ലാ പൂച്ചയ്ക്കും വേണ്ടത്. നീ പുറത്തിറങ്ങിക്കോ, അല്ലെങ്കിൽ നമ്മളൊന്നും കാണില്ല. അവളുടെ പിന്നെ താടി മുടി വളർത്താൻ അവൻ കഞ്ചാവ് അങ്ങനെയൊക്കെ. താടി മുടി വളർന്നില്ലെങ്കിലും കുറ്റമാണ്. അതെ അതെ. എന്നോട് എന്റെ ലിപ്സ് ഡാർക്കാണ്. എന്റെ കോളേജിൽ എല്ലാവരും ചോദിക്കായിരുന്നു നീ സിഗരറ്റ് വലിക്കോ. പിന്നെയാണ് സെക്കൻഡ് ഇയർ തൊട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടത്. ലിപ്സ്റ്റിക് അങ്ങനെയാണ് അങ്ങനെ ഒരു ഇന്റഗ്രൽ പാർട്ട് ആവുന്നത് ലൈഫിന്റെ. ചിലപ്പോഴൊക്കെ അതൊരു സെൽഫ് ലവിന്റെ പാർട്ടും കൂടിയാണ്. നമുക്ക് നമ്മളെ കാണുമ്പോ സ്വയം ഒരു സന്തോഷം തോന്നാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ജെൻഡർ മാത്രമല്ലല്ലോ, വേറെ കുറെ പേരുണ്ടല്ലോ ഈ ലോകത്ത്. അതെ, നമ്മളെ കൊളീഗ്സ് ആയിരിക്കാം, നമ്മളെ സുപ്പീരിയേഴ്സ് ആയിരിക്കാം. ഇപ്പൊ മേഘ്ന പറഞ്ഞ പോലെ മേഘ്ന ഒരു ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് മേഘ്നയ്ക്ക് അത് അത്ര അങ്ങോട്ട് അറിയുന്നില്ല. പക്ഷെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഫീൽ. ഇഫ് യു ഡ്രസ് വെൽ പീപ്പിൾ ടേക്ക് യു സീരിയസ്ലി, ഇഫ് യു ഡോണ്ട് ദേ ഡോണ്ട് ടേക്ക് യു സീരിയസ്ലി എന്ന് വർക്ക് സ്പേസിൽ നമുക്ക് തോന്നും പലപ്പോഴും. അവൾക്ക് അത് വരും ക്യൂട്ടായിട്ട് തോന്നിയത് കാരണം പീപ്പിൾ മൈറ്റ് നോട്ട് കാര്യമായിട്ട് ഹൈറ്റും കുറവായതുകൊണ്ട് പിന്നെ ഈ ബേബി ഫേസ് ആയതുകൊണ്ട് തളച്ചതുമാരി കമന്റ് ചെയ്യല്ലേ. ഇപ്പഴേ കാണാൻ ബേബി ഫേസ് ആണെന്ന് പറയാം. പിന്നെ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്ലംബൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല. എല്ലാരും ഭയങ്കര ഇങ്ങനെ ദിസ് ഇസ് ആർ ബേബി. പക്ഷെ സ്നേഹമാണ്, പക്ഷെ ഫീൽ ലൈക്ക് സീരിയസ് ആയിട്ട് അങ്ങനെ എടുക്കാറില്ല മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ. അത് ഉണ്ട്. ചിലപ്പോഴൊന്നും കാര്യങ്ങൾ നടന്നേ പോവില്ല. വർക്ക് സ്പേസിൽ തോന്നിയിട്ടുണ്ട് ഭംഗിയുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. കൺവെൻഷനലി പ്രിവിലേജ് വളരെ റിയൽ ആയിട്ട് തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. 2 ജെൻഡറിനും പ്രിറ്റി പ്രിവിലേജ് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞൊരു ഒരു സംഭവം കേട്ടോ, പ്രിറ്റി പ്രിവിലേജിന്റെ. ഇപ്പൊ ഭയങ്കര ഭംഗിയുള്ള ഒരു പെണ്ണ് എന്തേലും ഭയങ്കര വൾഗർ ആയിട്ടുള്ള സ്ലാങ് ഒക്കെ യൂസ് ചെയ്തതാണെങ്കിൽ ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി കൂൾ. നമുക്ക് അങ്ങനെ പ്രിറ്റി ഇല്ലാത്ത ഒരാൾ പറയുമ്പോൾ ഉണ്ടല്ലോ അത് അത്ര കൂളായിട്ടല്ല പറയുന്നത്, ആ രീതിയിലാണ്. അത് കുറേ ഉണ്ട്, അതിന് കുറെ എക്സാമ്പിൾസ് നമുക്ക് അറിയുകയും ചെയ്യാം. ഡിഫറൻസ് ഉണ്ട്. കുറെ ആൾക്കാർ ഇപ്പം ഫോർ എക്സാമ്പിൾ
ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം മലയാളത്തിൽ പറയുന്നതാണെങ്കിൽ ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല പ്രിറ്റി ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പീപ്പിൾ ദാറ്റ് വി നോ, അവരൊക്കെ ഇപ്പം നീ എന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ ദാറ്റ്സ് കൺസിഡർഡ് ടു ബി കൂൾ. പക്ഷെ ഒരു സാധാരണ ഒരാൾ പറയുമ്പോ, അതായത് കൺവെൻഷനില് സാധാരണയായിട്ടിരിക്കുന്ന ഒരാൾ പറയുമ്പോ അത് ഇവരെന്താ ഭയങ്കര ലോക്കലാണ്, കൂളായിട്ട് കാണില്ല. അത് ശരി തന്നെയാണ്. അവർക്ക് കുറച്ചും കൂടി ലീവേ ഉണ്ട്, ലീവേ കുറച്ചും കൂടി കൂടുതലാണെന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ ഇപ്പൊ വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ അവര് ഭയങ്കര ലേസി ആണ്, ഓട്ടോമാറ്റിക് അസംഷനാണ്. പിന്നെ അവര് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് വണ്ണം വെച്ചതെന്ന് ഉള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു അസംഷൻ ഉണ്ട്. ഇപ്പം എന്താ അവള് തീരെ ഫുഡ് കഴിക്കാറില്ല. അവൾ എന്നോട് പറയാറ് നിനക്ക് മാടപ്രാവിന്റെ വയറാണെന്ന്. മാടപ്രാവിന്റെ വയറ് ഹൃദയമല്ല, എന്താ വെച്ചാല് മാടപ്രാവ് അവരുടെ ബോഡി വെയിറ്റിന് 5 times കൂടുതൽ ഫുഡ് കഴിക്കുന്നത് പറയും. ശരിയാണോ എനിക്ക് അറിഞ്ഞോളാം, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പറയും മാടപ്രാവിന്റെ വയറാണ്, നല്ലപോലെ കഴിക്കാൻ പറ്റും. അതായത് ഹൈ മെറ്റബോളിസം ഉള്ളവർക്ക്, ഞാനൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കും. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ആള് മെലിഞ്ഞിട്ടാണെങ്കിലും ആള് നല്ലോണം ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സും ഗേൾസും, കുറച്ച് കഴിച്ചാൽ മതി അത് വേഗം ശരീരത്തിൽ പിടിക്കും. അല്ലെങ്കിൽ കുറെ പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക്, ഇപ്പൊ തൈറോയിഡ് ഒക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർ എക്സ്ട്രീംലി മെലിയും, അല്ലെങ്കിൽ അവർ എക്സ്ട്രീംലി തടിക്കും. രണ്ടായാലും ജനം പറയും. പറയാറുണ്ടായിരുന്നു എനിക്ക് ലേസിന്റെ പാക്ക് ഒന്ന് ശ്വസിച്ചാൽ മതി. എനിക്ക് പെട്ടെന്ന് വണ്ണം നോക്കും. എനിക്ക് ഇതേപോലെ ഇപ്പം ഇവിടെ കഴിക്കുന്ന ഞാൻ കഴിച്ചാൽ ഞാനിങ്ങനെ പറന്ന് വരും പോലെ എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങളെല്ലാം കാണുകയാണെങ്കിൽ എല്ലാരും ഓർക്കും ഈ കുട്ടി ഒത്തിരി ഫുഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ ജിമ്മിലൊക്കെ കിടന്ന് 3 മണിക്കൂറൊക്കെ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ കുറെ നാളെ പോയിട്ട്, പക്ഷെ എന്നാലും ലൈക്ക് ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ഓർമ്മയില്ല. ഞാൻ ഡയറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോളോ ഒക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോയി. എന്നാലും വ്യത്യാസമുണ്ട്, പക്ഷെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ട്, കാരണം ബോഡി ടൈപ്പ് അങ്ങനെയാണ്. മെറ്റബോളിക് റേറ്റ് സ്ലോ ആണ്, ഇവളുടെ മെറ്റബോളിക് റേറ്റ് ഫാസ്റ്റ് ആണ്. അപ്പം മാത്രമല്ല ഇപ്പം എന്താ പറയുന്നത്, പല ഹോർമോണൽ ഇഷ്യൂസ്, ഇപ്പം പ്രഗ്നന്റ് ആയിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന. ഇപ്പൊ എന്റെ അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. എന്റെ അമ്മ മാത്രമല്ല കുറെ പേരുണ്ട്, ഒരുപാട് സ്ത്രീകളുടെ കഥ അതായിരിക്കും. അത് ആരും പറയണ്ടായിരുന്നു, കമന്റിൽ ഞാൻ വായിച്ചതാണ്, നമ്മുടെ ആ വീഡിയോന്റെ കമന്റിൽ ഉണ്ടായിരുന്നു. ആ സമയം എല്ലാത്തിനും ഭയങ്കര എൻകറേജ്മെന്റ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അങ്ങ് മെലിയണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്നുള്ള പോലെ. ഇവിടെ ആ പ്രശ്നമില്ലായിരുന്നു, കാരണം അച്ഛനും അമ്മയും ഭയങ്കര ലവ് ബേർഡ്സ്. അതെ. പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുന്ന ഇതുണ്ടല്ലോ, ഇത് വണ്ണം വരുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്, ഫുഡ് കൂടുതൽ കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവര് ലേസിയാണ്, അവര് ഫിസിക്കലി ആണെന്നുള്ളത്. എന്നിട്ട് കമന്റ്സ് ഒക്കെ ഇപ്പൊ ആരും വണ്ണമുള്ള ആൾക്കാരുടെ താഴെ കമന്റ് ചെയ്യും, കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിത്തിട്ട് പറയാ. അവസാനം ഹെൽത്ത് കൺസേൺ കൊണ്ടാണ് ഒരു ഷുഗർ കോട്ട് ചെയ്തിങ്ങനെ പറയുകയും ചെയ്യും. ആർക്കും ഒരു നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു ടോട്ടൽ സ്ട്രേഞ്ചറിനെ ഇന്റർനെറ്റിൽ കാണുകയാണ്, അവർക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ ബുള്ളി ചെയ്യണമെങ്കിൽ നിങ്ങൾ ബുള്ളി ചെയ്തു. അത് ഹെൽത്ത് കൺസേൺ കൊണ്ടാണെന്ന് പറയണം. വെച്ചാൽ അവിടെ ഹെൽത്ത് നിങ്ങൾക്ക് ഒരു കൺസേണും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് എന്താ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ഹെൽത്തി അല്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവർക്ക് എന്തുകൊണ്ടാവുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് അവരെ പുള്ളി ചെയ്യാൻ ഒരു റീസൺ ആണ് ഈ ഹെൽത്ത് കൺസേൺ. എല്ലാവർക്കും വണ്ണം വെക്കുന്ന ഫുഡ് കഴിച്ചിട്ടല്ല, അത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ നാട്ടില് ആക്ച്വലി വണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ബുള്ളിങ് ആണ്, ഭയങ്കര. അതായത് എന്റെ ഒരു ഫ്രണ്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അവളൊരു നല്ല പോലെ വെയിറ്റ് കൂടി, നല്ല പോലെ എന്ന് പറഞ്ഞാൽ അവളുടെ പൊക്കം വെച്ച് നോക്കുമ്പോൾ നല്ല, അതായത് അത് പ്രഗ്നൻസിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. മൂപ്പരാള് പറയാണ്, ആളെ കാണുന്ന എല്ലാവരുടെയും കമന്റ് ഇതിനെ പറ്റിയായിരുന്നു. കുട്ടി ഒന്നുമല്ല, എല്ലാരും കാണുമ്പോ ഇതിനെപ്പറ്റി മാത്രം പറഞ്ഞ് അവളൊരു സ്ട്രിക്റ്റ് ഡയറ്റും സ്ട്രിക്റ്റ് റെജിമിനും ഫോളോ ചെയ്തിട്ട് ആള് നല്ല വെയിറ്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ 48-49 kg. അതായത് ഒരു 70+ എന്നാണെന്ന് തോന്നുന്നു, 65+ എന്നൊക്കെ. ഇത്രയും ഭയങ്കര കുറയ്ക്കലാണ്. അത് ഒരു 20 കിലോ ഒക്കെ കുറയ്ക്കാനാണ്. അവള് വർഷങ്ങളായിട്ട് അത് ഫോളോയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ അമ്മയടക്കം എക്സസൈസിന്റെ ദൂഷ്യഫലങ്ങൾ വാട്സ്ആപ്പ് ഫോർവേഡ്, ഇങ്ങനെ മെലിഞ്ഞ എങ്ങനെ വല്ല അസുഖം ഉണ്ടോ, മനസ്സിലായോ? വേറൊരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു, ആൾക്കാർ ചോദിക്കുന്ന അസുഖം ഉണ്ടോന്നാണ്. എക്സസൈസ് ചെയ്ത് വണ്ണം കുറഞ്ഞതിന് അസുഖം ഉണ്ടോന്ന് ആരാണ് ചോദിക്കുന്നത്? എന്ത് ചെയ്തതാണെങ്കിലും ആൾക്കാർക്ക് കുറ്റം പറയാനുണ്ടോ? ആൾക്കാർക്ക് അതിപ്പോ എന്ത് ചെയ്താലും ദീപിക പത്മോണ്ടും കുറ്റം പറയുന്നത് എല്ലാവർക്കും എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടാവും. അത് നോക്കി ജീവിക്കാൻ നിന്ന് അതിനെ നേരുണ്ടാവും. അത് നോക്കി നമ്മൾ സെറ്റ് ബാക്ക് എന്ന് വിചാരിച്ചിരുന്ന ചിലപ്പോ നമ്മുടെ ഫാമിലി ആയിരിക്കും, ചിലപ്പോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കണം.
നമ്മൾ പ്രയോറിറ്റൈസ്. എന്നാലും നമ്മളിപ്പം നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമ്മളെ ബാധിക്കാത്തൊരു സ്റ്റേറ്റിൽ എത്തണം. പക്ഷെ അതൊക്കെ ഭയങ്കര വലിയ ആളാവില്ല. പക്ഷെ അതാണ്, അങ്ങനെയാണ് വേണ്ടത്. അല്ല, എനിക്ക് കൈക്ക് എന്റെ ബാക്കി ബോട്ടിനേക്കാൾ കുറച്ചും കൂടെ കൈക്ക് വണ്ണമുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടത്തേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്തോ കോളേജിൽ അങ്ങോട്ട് സ്ലീവ്ലെസ് നിഫ്റ്റിൽ പഠിക്കുമ്പോൾ സ്ലീവ്ലെസ് ഇട്ട് പോയപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, എടി എന്തുവാടി ഇത് കണ്ടില്ല, നീ അവളെ കണ്ടോ, അവളൊക്കെ നന്നായിട്ട് അവൾക്കൊക്കെ ഈ ഡ്രസ്സ് ചെയ്യും. ആൾക്കാർക്ക് ചില കളറുള്ളവർക്ക് ചില കളർ നിറങ്ങൾ ഇടാവും, ചില ബോഡി ടൈപ്പ് ഉള്ളവരെ ചില ഡ്രസ്സുകൾ ഇടാവും. അതെ 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 അല്ലേ? ഇത് ഭയങ്കരമാണ്. നീ ഇതൊന്നും ഇട്ടാ ശരില്ല, അവക്കത് ചെയ്യും. സാരി is associated to curvy, but it's for the curvy women. ആ രീതിയിലേക്ക് മാറി കുറെ. ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കുറച്ചും കൂടി ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. സോഷ്യൽ മീഡിയ ത്രൂ അങ്ങനെയൊക്കെ കുറെ നോളജ് ഉണ്ട് ഇപ്പം. അതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയ ആൾക്കാരെ പറ്റി കാണുന്നു, അവരെല്ലാം അവരുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണുന്നത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല, നമ്മുടെ ചുറ്റിനുള്ളവർ തന്നെ നമ്മളെ താഴ്ത്തി കെട്ടുമ്പോ നമുക്ക് വേറെ എങ്ങോട്ട് നോക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. അത് കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്കൊക്കെ മെസ്സേജ് അയക്കുന്ന കുറെ പേര് ചെറിയ കുട്ടികളാണ്. അവർക്ക് തന്നെ അത്രയും തോന്നിയെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറാന്ന് പറഞ്ഞാൽ ഒരു ഏജില് ഇതിനൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് വരാൻ കുറച്ച് പാടാണ്. അത് നമ്മൾ ഒരു ഏജ് കഴിയുമ്പം നമ്മൾ സ്വയം എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമല്ലോ ലൈഫിൽ. നന്നായിട്ട് പഠിച്ചൊരു ജോലി നേടിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാനൊക്കെ ഓവർകം ചെയ്തത്. ചിലർക്ക് കുറച്ചും കൂടി മെന്റൽ സ്ട്രെങ്ത് ഉള്ളവർക്ക് സ്വയം തന്നെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് വേറൊരു കാര്യങ്ങളൊക്കെ വന്നത് മറിച്ചപ്പോഴാണ്. പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ ഈ ജോബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പണ്ടുപോലെ ടീച്ചിങ് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ അതാകുമ്പോ ഒരു കുഴപ്പമില്ല, മറ്റേ കാര്യങ്ങളൊന്നും മാറ്റർ ചെയ്യുന്നില്ല. എനിക്ക് വേറെ ഉണ്ട്, എനിക്ക് ഇത് മാത്രമല്ല ലുക്സിന്റെ സംഭവം മാത്രമല്ല, ഐ ഹാവ് എ ലോട്ട് ഓഫ് അതർ ക്വാളിറ്റീസ് എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോ ഫീൽസ് എ ലോട്ട് ബെറ്റർ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളോട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വോയിസ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ ഉണ്ടാക്കി തന്നൊരു വോയിസ് ഉണ്ടല്ലോ, നീക്കുള്ളില്ല, നീ അങ്ങനെ നിനക്ക് ഇങ്ങനെ ഈ ഒരു കുറവുണ്ട്, ആ കുറവുണ്ട്. അത് അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ ആ ഒരു ഇന്റേണൽ മോണോളോഗ് എന്ന് പറഞ്ഞാൽ. അതിന് പകരം നമ്മളിപ്പം എന്റെ മനസ്സിലാ വോയിസിൽ ഞാൻ ഒരിക്കലും ഹന്നയോട് അങ്ങനെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഹന്നയുടെ കുറ്റങ്ങളൊന്നുമല്ല കാണുന്നത്, എനിക്ക് ഹന്നയുടെ ഗുണങ്ങളാണ് കാണുന്നത്. അതേപോലെ ഫ്രണ്ട്സ് അതേപോലെ നമുക്ക് ഭയങ്കരമുള്ള ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, നമുക്ക് അവരുടെ കുറവുകളല്ലോ, നമുക്ക് അവർ ചിരിക്കുമ്പോൾ ഉള്ളത് അല്ലെങ്കിൽ അവർ പോലും കാണാത്ത നല്ല നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ കാണുന്നത്. അതേപോലെ നമുക്ക് ഏറ്റവും വാല്യുബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളോടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ. നമ്മളോടും അങ്ങനെ ആ ഒരു കമ്പാഷനും ആ ഒരു എംപത്തിയും ആയിട്ട് നമ്മുടെ ആ ഒരു ഇന്റേണൽ മോണോളോഗ്, ആ ഒരു മൈൻഡ് വോയിസ് ഓൾട്ടർ ചെയ്യാൻ നോക്കുക. ഇപ്പം നീ കൊള്ളാന്ന് പറഞ്ഞ ഉടനെ ഇല്ല ഞാൻ അടിപൊളിയാ ഒന്ന് പറഞ്ഞു നോക്കുക, സമയം എടുക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോ തമാശ എടുക്കും, പക്ഷെ ശരിക്കും എന്താ പറയാ, മാനിഫെസ്റ്റേഷൻ അല്ല, ലോ ഓഫ് അട്രാക്ഷൻ അല്ല, നമ്മൾ സ്വയം പറയുന്നില്ലേ, നമ്മള് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്, കൈൻഡ് ഓഫ്. അതിന് വേറെന്തൊരു വാക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നമ്മൾ ഇനി ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ബൈ.